കോതമംഗലം ഇരുമലപ്പടിയിൽ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയായ അജാസ് ഖാന്റെ മകൾ മുസ്താനാണ് മരിച്ചത്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്ന് കുടുംബം മൊഴി നൽകി. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുതുപ്പാലത്തിങ്ങ താമസിക്കുന്ന അജാസ് ഖാന്റെ മോളാണ്. ഇവിടെ രാവിലെ അവർ എണീറ്റപ്പോ ബെഡ്റൂമില് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആയിട്ട് ഒരു ബെഡ്റൂമിലും അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവ് ഒരു ബെഡ്റൂമിലും ആയിട്ടാണെന്നാണ് അജാസ് ഖാൻ പറഞ്ഞത്. രാവിലെ എണീറ്റപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് വന്ന് അതിന്റെ നടപടികൾ നടക്കുകയാണ്. മറ്റു വിവരങ്ങളൊക്കെ പോലീസിനാണ് അറിയാവുള്ളൂ എന്താണെന്നുള്ളത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഈ സമീപ സ്ഥലങ്ങളിൽ ആലുവയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവിടെ ഈ 6 വയസ്സുകാരിയുടെ മരണത്തിൽ മറ്റ് ദുരൂഹതയില്ല എന്ന് കുടുംബം പറയുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ല, മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്നാണ് മാതാപിതാക്കളുടെ മൊഴിയുള്ളത്. ഈ സംഭവത്തിൽ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് ഏത് രീതിയിലാണ് അന്വേഷിക്കുന്നത്? ടോം, പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനു വേണ്ടി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാര്യം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ കുടുംബത്തിനെ അതായത് അച്ഛനെയും അമ്മയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നു. ഇവിടെ ഒരു സംശയം ഉയരാൻ കാരണം 6 വയസ്സുകാരിയെ അതിഥി തൊഴിലാളികളുടെ മകളാണ്. 6 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ കുട്ടിയുടെ സഹോദരിയുടെ കൂടെ മറ്റൊരു മുറിയിലാണ് കിടക്കുന്നത്. അവിടെ രാവിലെ ചെന്നപ്പോഴാണ് കുട്ടി ഇങ്ങനെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഉടനെ തന്നെ ഇവർ വാർഡ് മെമ്പറെയാണ് വിളിച്ചറിയിക്കുന്നത്. പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും തയ്യാറായില്ല തുടക്ക സമയത്ത്. അത് തന്നെയാണ് ഒരു ദുരൂഹത. ഒപ്പം ഈ കുട്ടിയുടെ രണ്ടാനമ്മയാണ് ഇപ്പോഴുള്ളത്. ഇതൊക്കെ തന്നെയാണ് ഒരു ചെറിയ സംശയം പോലീസിൽ ബാക്കി നിൽക്കുന്നത്. അപ്പോഴും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതിന്റെ ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉറപ്പിച്ച് പറയാമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുക ഇന്ന് ചെയ്യുന്നത്. ഈ കുട്ടി ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് സാധാരണ പോലെ കിടന്നുറങ്ങിയതാണ്. രാവിലെ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ ഒരു കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ഈ അജാസിന്റെ പൂർവികർ ഉൾപ്പെടെ അവിടെ താമസിക്കുന്നവരാണ്. വർഷങ്ങളായി അവർ ഇവിടെ തന്നെയാണ്. തൊട്ടടുത്തുള്ള എല്ലാവരും പരിചയക്കാരാണ്. കോളനിയിലാണ് താമസിക്കുന്നത്. അവരുടെ സ്വന്തം വീട് തന്നെയാണ്. അവർ ഇവിടെ വീട് വാങ്ങി ഉത്തർപ്രദേശുകാരാണ്. കേരളത്തിൽ വീട് വാങ്ങി താമസിക്കുന്നവരാണ്. ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ നമുക്കറിയാം ടോം, ഈ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കിടയിൽ നവമി സൂചിപ്പിച്ചതുപോലെ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഈ മരിച്ച കുട്ടിയുടെ രണ്ടാനമ്മയാണ്. ഏതെങ്കിലും രീതിയിൽ ഈ കുഞ്ഞിനെ ഈ മാതാപിതാക്കൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇതിനു മുൻപ് അങ്ങനെ എന്തെങ്കിലും പരാതികളുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും, ഈ സമീപത്ത് താമസിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയമൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല. പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴൊക്കെ അവർ കുട്ടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളിലും കുട്ടിയുടെ ദേഹത്ത് മറ്റ് മുറിവുകളോ അല്ലെങ്കിൽ പാടുകളോ അസ്വാഭാവികമായി ഒന്നും തന്നെ പോലീസും കണ്ടെത്തിയിട്ടില്ല. പിന്നീട് ഇത് മറ്റേതെങ്കിലും ഈ അറ്റാക്ക് പോലുള്ള കുഞ്ഞു പ്രായത്തിൽ വരുന്നതാണോ എന്ന ഒരു സംശയം കൂടി പോലീസ് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ അതും അറിയാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞിനോട് ഈ മാതാപിതാക്കൾക്ക്, രണ്ടാം അമ്മയ്ക്ക് ഉൾപ്പെടെ വലിയ സ്നേഹമാണെന്ന് കൂടി പറയുന്നുണ്ട്. നാട്ടുകാർക്കും അതിൽ ഒരു എതിരഭിപ്രായമില്ല. എല്ലാവരുമായി സഹകരിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. കുട്ടിയും ഒക്കെ എല്ലാവരുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞിന് സംഭവിച്ചത്? അതും 6 വയസ്സേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചതെന്ന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്താണ് ആ ഇതര സംസ്ഥാനക്കാരുടെ മകളായ 6 വയസ്സുകാരിയെ
വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതാപിതാക്കൾ രണ്ടുപേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട്. പ്രാഥമികമായി പോലീസ് ദുരൂഹത സംശയിക്കുന്നില്ലെങ്കിൽ പോലും ആ തലത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്.